പലരും കമ്പനി കൊണ്ടുപോയി നമ്മൾ പ്യൂണിന്റെ ജോലി തൊട്ട് പഠിച്ചു വരണമെന്ന് പറയുന്ന പഴയ രീതിയൊന്നുമല്ല. ഇത് മാനേജ്മെന്റ് തലത്തില് കഴിവുള്ളവരെ കൊണ്ടുവന്ന് കമ്പനിയെ ഒന്നാമതെത്തിക്കുന്ന പുതിയൊരു രീതിയാണ്. മേ ഐ കം ഇൻ മാഡം? ഹായ് അഷിത, ഞാൻ തന്നെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. വാ വാ, കേറി വാ. എന്തിനാ ഇങ്ങനെ മടിച്ചിരിക്കുന്നെ? ഇത് നമ്മുടെ സ്ഥാപന. വാ ഇരിക്ക്. അല്ല, എന്താ ക്യാബിൻ ഇഷ്ടായില്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടായി. താങ്ക് യു മാഡം. താങ്ക്സ് ഒക്കെ എന്തിനാ? ഇന്നു മുതൽ ഈ കമ്പനിയുടെ MD നീയാ. MD-യോ? സത്യാണോ? അതെ. അയ്യോ, നീ ആഗ്രഹിക്കുന്നതിലും അപ്പുറം സ്ഥാനം ഈ ഓഫീസിൽ നിനക്ക് തരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? വാക്ക് പറഞ്ഞാൽ അതിൽ നിന്ന് മാറുന്നവളല്ല ഈ താരേന്ന് നിനക്കിപ്പോ മനസ്സിലായില്ലേ? ഈ കസേരയിലിരിക്കാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത നിന്നെ പിടിച്ച് ഇവിടെ ഇരുത്തിയിരിക്കുന്നതിന്റെ കാര്യം പോലും മനസ്സിലാക്കാൻ അറിയാത്ത മന്ദബുദ്ധിയായി പോയല്ലോ അഷിത നീ. നിന്റെ കാര്യത്തിൽ പൂർണിമ ചെയ്യുന്നതാ ശരി, അല്ലെങ്കിൽ അവളുടെ തലയിൽ കയറിയിരിക്കും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും നിന്നെ ഇവിടെ രാജ്ഞിയെ പോലെ വാഴിക്കുന്നതിന് പിന്നിൽ എനിക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. നിന്നെ വെച്ച ആ പൂർണിമയുടെ ബിസിനസ് രഹസ്യങ്ങളെയും നീക്കങ്ങളെയും എല്ലാം ഞാൻ മനസ്സിലാക്കും. അവളെ തകർക്കുകയും ചെയ്യും. മാഡം, മാഡം. പറഷിത, എന്റെ അമ്മ ഇത് കണ്ട എന്തുമാത്രം സന്തോഷിക്കുമെന്നറിയോ? ഇതുകൊണ്ടൊന്നും ആയില്ല. ഞാൻ പറയുന്നത് പോലെ നീ കാര്യങ്ങൾ ചെയ്താൽ ഇതിലും വലുത് പലതും നിന്നെ തേടി വരും. മാഡത്തിന് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. മിടുക്കി. ഒരു കാര്യം മനസ്സിൽ വെച്ചോ, ഈ സ്ഥാപനത്തിലെ MD ആയാലും വർക്ക് ചെയ്യേണ്ടത് ഇന്ദ്രപ്രസ്ഥം വീട്ടിൽ തന്നെയാ. അവിടെ പൂർണിമ നടത്തുന്ന എല്ലാ നീക്കങ്ങളും ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും നീ എന്നെ അറിയിക്കണം. അതാണ് നിന്റെ ഡ്യൂട്ടി. എന്താ നീ അത് ചെയ്യില്ലേ? ഈ കമ്പനിയുടെ MD ആണ് നീ. ചെയ്യാം മാഡം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നാ നീ വാ. ഇരിക്ക്. ഓക്കെ അല്ലേ? ഞാൻ നിന്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ? ഓക്കെ. ഇനി വേറെ അടുത്തത്. അപ്പുറത്തെ കൈ. നിന്നെ ഇതുപോലെ ഞാനൊരു ജോക്കറാക്കി മാറ്റൂടി. എന്ത് പറയാനാ, അങ്ങനെയാ ജയശ്രീ കാരണം എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നു എന്നറിയോ? ഇതൊന്നും അറിയാതെയാണോ ബസുമതി കല്യാണത്തിന് സമ്മതിച്ചത്? വീട്ടിലുള്ളവർക്ക് കുറെയൊക്കെ അറിയായിരുന്നു എന്ന് തോന്നുന്നു. എനിക്കൊന്നും അറിയില്ലായിരുന്നു. ദേ, പണ്ടൊക്കെ കാരണവന്മാർ തീരുമാനിക്കുന്നു, നമ്മൾ അനുസരിക്കുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ.
അത് ശരിയാ. ദേ ആ തള്ളയുടെ അതേ സ്വഭാവവും തൻ്റെ ഒക്കെ ദുർഗയ്ക്കും കിട്ടിയിട്ടുണ്ട്. തള്ളയെ പോലെ തന്നെ മോളും നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചില്ലേ? വീട്ടില് വാടകയ്ക്ക് താമസിക്കാൻ വന്നവന്റെ കൂടെ ഇറങ്ങിപ്പോന്നില്ലേ? വാ. ഇതെന്തു പറ്റി? കവറൊക്കെ ആയിട്ട് ജോലിക്ക് കയറിയപ്പോഴേ ഷോപ്പിംഗ് ഒക്കെ നടത്തിയോ? അതിപ്പോ ഞാൻ കമ്പനിയിലെ MD ആയിട്ടാ വർക്ക് ചെയ്യാൻ പോകുന്നത്. MD യോ? അതെങ്ങനെ? അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് താരാമേഡമാണ്. അവർക്ക് എന്നെ MD ആക്കാൻ തോന്നി, അങ്ങനെ ആക്കി. നാളെ മുതൽ ജോലിക്ക് പോകുമ്പോ ഒരു MDക്ക് ചേർന്ന രീതിയിൽ ഞാൻ ഡ്രസ്സുകൾ ഇടണ്ടേ? അതുകൊണ്ട് ജോലിക്ക് ചേർന്ന അന്ന് തന്നെ കുറച്ച് സാലറി അഡ്വാൻസ് ചെയ്തു. അത് പിന്നെ മാസം സാലറി വരുമ്പോ അതിന്ന് മൈനസ് ചെയ്തോളൂ. അത് കൊള്ളാലോ. എന്നാലും നീ സാലറി അഡ്വാൻസ് കിട്ടിയിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒന്നും വാങ്ങിയില്ലേ? അതൊക്കെ സാലറി കിട്ടുമ്പോ നോക്കിക്കോ. ഞാൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം പോലെ സാധനങ്ങൾ വാങ്ങി തരില്ലേ? അമ്മയുടെ മോളെ എവിടെയാ വർക്ക് ചെയ്യുന്നെന്ന് വെച്ചാ കേരളത്തിൽ തന്നെ ലീഡിംഗ് ചാനലല്ലേ. അക്ഷിതേ, നീ വെറുതെ വേണ്ട ചെറിയച്ച. എനിക്ക് പല ഓഫറുകളും താരാ മേഡം തരുന്നുണ്ട്. അതൊക്കെ എന്റെ ജോലിയിലെ പെർഫോമൻസ് കണ്ടിട്ട് ഓരോ മാസവും ആഡഡ് ആവുമെന്നാ പറഞ്ഞ. കിട്ടിയതല്ലേ? പലരും കമ്പനിയെ കൊണ്ടുപോയി നമ്മൾ പ്യൂണിന്റെ ജോലി തൊട്ട് പഠിച്ചു വരണമെന്ന് പറയുന്ന പഴയ രീതിയൊന്നുമല്ല. ഇത് മാനേജ്മെന്റ് തലത്തില് കഴിവുള്ളവരെ കൊണ്ടുവന്ന് കമ്പനിയെ ഒന്നാമതെത്തിക്കുന്ന പുതിയൊരു രീതിയാണ്. അല്ലെങ്കിലും ഈ കാലത്ത് കഴിവുള്ള ആരെങ്കിലും ഈ അടിമപ്പടിക്കൊക്കെ പോവോ? അതെ. വേണ്ട വേണ്ട, താൻ പറയാനുള്ളവരെ നേരത്തെ പറഞ്ഞതല്ലേ.